പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടിംഗ് യന്ത്രത്തിനെതിരെ വ്യാപകമായ ക്രമക്കേട് ഉയരുന്നതിനിടെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലപാട് വ്യക്തമാക്കിയത്. That era where we have ballot papers being lifted, musclemen being employed, besides the delay in the counting and also too much harassment of the polling staff on the ground. We are going to stay with it. We have a committee supervised by some of the foremost technocrats and scientists who oversee every aspect of the manufacturing of EVMs and VVPATs. We are open to any criticism, any feedback from any stakeholder, including the political parties, because they are the biggest stakeholders. But at the same time, we are not going to be intimidated or bullied or pressurized or coerced into now giving up these and start the era of ballot boxes. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഹാക്കർ സയ്യിദ് ഷുജയുടെ ആരോപണങ്ങൾ പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വ്യാപകമായ അട്ടിമറി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നടന്നുവെന്ന ഹാക്കറുടെ വെളിപ്പെടുത്തൽ സജീവ ചർച്ചയാകുന്നതിനിടെയാണ് അസന്നിഗ്ധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കില്ല എന്ന്. രാജ്യത്തെ മുതിർന്ന ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത നേരത്തെ തന്നെ ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ് എന്നാണ് സാങ്കേതിക വശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മറ്റൊന്ന്, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബാലറ്റ് പേപ്പറിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രമകരമാണ്, ബുദ്ധിമുട്ടേറിയ ഒന്നാണ് എന്നുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ വ്യക്തമാക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയും വോട്ടിംഗ് പ്രക്രിയയും നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയിലേത്. അതുകൊണ്ട് തന്നെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും നിരവധി സ്ഥാനാർത്ഥികൾ, സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുമ്പോൾ കോടിക്കണക്കിന് ബാലറ്റ് പേപ്പറുകളാണ് അച്ചടിച്ച് ഇറക്കേണ്ടത്. ഇതിന് നിരവധി ജീവനക്കാരുടെ ആവശ്യം വരുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് ബൂത്തിലും പല ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഉള്ളതിനേക്കാൾ അധികം ഉദ്യോഗസ്ഥരെ ഓരോ തെരഞ്ഞെടുപ്പ് ബൂത്തിലും ഉപയോഗിക്കേണ്ടതായി വരും. ഈ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറുകൾ കൈകാര്യം ചെയ്യുന്നതിന് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കേണ്ടതായി വരുന്നുണ്ട്. വോട്ടെടുപ്പിന് ശേഷം ഇത് സൂക്ഷിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ദുർഘടമായ ഒന്നാണ് എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഒപ്പം വോട്ട് എണ്ണുമ്പോഴുണ്ടാകുന്ന സാഹചര്യം, ഓരോ മണ്ഡലങ്ങളിലെയും വോട്ട് എണ്ണി നിജപ്പെടുത്തി ആര് വിജയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വളരെയധികം സമയം വേണ്ടിവരും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചതോടുകൂടി തെരഞ്ഞെടുപ്പ് തന്നെ 5 or 6 ഘട്ടങ്ങളിലായി രാജ്യത്ത് ആകമാനം നടത്താൻ സാധിക്കുന്നുണ്ട്. അതേസമയം ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോയാൽ അത് സാമ്പത്തികമായ വലിയ ബാധ്യതയായി ഒരു ഭാഗത്ത് മാറുകയും മറുഭാഗത്ത് വലിയൊരു സങ്കീർണമായ പ്രക്രിയ, ദൈർഘ്യമേറിയ ഒന്നായി വോട്ടെടുപ്പ് നടപടികൾ മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടെടുപ്പിലേക്ക് തിരികെ പോകാനാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഒപ്പം രേണുക സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന ഹാക്കറുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആരോപണത്തോട് കോൺഗ്രസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഏകപക്ഷീയമാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ജപ്പാൻ പോലെ വികസിതമായ സാങ്കേതിക രംഗത്ത് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടെടുപ്പ് പ്രക്രിയയാണ് നടത്തുന്നത് എന്ന് നേരത്തെ അഖിലേഷ് യാദവ് വ്യക്തമാക്കിയതാണ്. ആരോപണങ്ങൾക്കുള്ള മറുപടി ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് എന്ന് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലയിൽ രാഷ്ട്രീയമായി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും നിയമപരമായി ഇതിനെ ചലഞ്ച് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ കാണുന്നത്. ചലഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നടക്കം വോട്ടിംഗ് മെഷീനെ അനുകൂലിക്കുന്ന സാഹചര്യവുമുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിന്മേൽ ഡൽഹി പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. രേണുക, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.